1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. നിങ്ങളുടെ സകല ചിന്തകളും ആകുലങ്ങളും. എന്തുകൊണ്ട് വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരമുള്ള ചിന്താകുലങ്ങളെക്കുറിച്ച്, ഭാരങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നു? 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വീണ്ടും വിശുദ്ധന്മാരെ ഉറപ്പിക്കുകയാണ്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദൈവം ദാനം ചെയ്യുന്നു. നമ്മുടെ ദൈവം നല്ലൊരു ദാതാവാണ്. ദൈവം തന്റെ മക്കളെ കരുതുന്നു, പുലർത്തുന്നു. അവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകുന്നു. പത്രോസിന്റെ ലേഖനത്തിന്റെ സമയം 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ കഷ്ടതകളിൽ കൂടി, പീഡനങ്ങളിൽ കൂടി, പൊതുസമൂഹത്തിൽ അവർ നേരിട്ട എതിർപ്പുകൾ, പലവിധമായ പരീക്ഷണങ്ങൾ, കഠിനമായ ശോധനകൾ, ഇതിനെല്ലാം കണ്ടുകൊണ്ടാണ് 1 പത്രോസ് ലേഖനവും 2 പത്രോസ് ലേഖനവും എഴുതപ്പെടുന്നത്. എക്കാലത്തുമുള്ള വിശ്വാസികളോടൊരു ആശ്വസിപ്പിക്കുന്ന പ്രബോധനമായി, എ കംഫർട്ടിംഗ് മെസ്സേജ്. കേവലം പ്രത്യാശ മാത്രമല്ല, നമുക്കൊരു പ്രതീക്ഷ മാത്രം നൽകുന്നതല്ല. ഇവിടെ ലേഖനകർത്താവ് നമ്മളോട് ഒരു വാഗ്ദത്തമായി, ഉറപ്പായി പറയുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. അവർ ഗോഡ് ഈസ് എ ഗുഡ് പ്രൊവൈഡർ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നു. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വീണ്ടും സങ്കീർത്തനങ്ങൾ 68:19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾതോറും ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ദൂതുകൾ ധാരാളം പ്രാവശ്യം കേൾക്കുന്നെങ്കിലും എന്റെ ഒരു ചിന്ത മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കാരണം പൗലോസ് എഴുതിയാലും പത്രോസ് എഴുതിയാലും യാക്കോബ് എഴുതിയാലും കരുതുന്ന ദൈവം, നമ്മെ പുലർത്തുന്ന ദൈവം, നമുക്ക് വേണ്ടി സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം, നാം ചിന്തിക്കുന്നതിനേക്കാളും നിനക്കുന്നതിനേക്കാളും നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം, നമ്മുടെ നാളുകളിലേക്ക് നമുക്കെല്ലാം നൽകുന്ന ഒരു ദൈവം. ഈ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള പ്രോമിസ് വേർഡ്സ്, കരുതുന്ന കർത്താവ്. എന്താണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ലേഖനം 12:2 പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടുക. ഓട്ടത്തിന് ഭാരം ഒരു തടസ്സമാണ്. കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭാരം വഹിച്ചുകൊണ്ട് ഓടുവാൻ സാധ്യമല്ല. അവിടെ അപ്പോസ്തലൻ പാപത്തെക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഒരുപക്ഷെ പാപം ക്ഷമിക്കപ്പെടാം, പാപത്തിന് ശുദ്ധീകരണം ഉണ്ടാകാം, പാപം അതിന് ക്രമീകരണങ്ങൾ ഉണ്ടാകാം, നമുക്ക് പാപത്തിൽ നിന്ന് മടങ്ങി വരാം, മനസ്സാന്തരപ്പെടാം. പക്ഷേ പൗലോസിന്റെ വീക്ഷണത്തിൽ ഭാരം ഒരു വലിയ വിഷയമാണ്. നാം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ ചുമടുകൾ, വലിയ ഭാരങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന, അസ്ഥിരപ്പെടുത്തുന്ന പല ഘടകങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധനെ സംബന്ധിച്ച് സിയോനിലേക്കുള്ള നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ അവന് പ്രതിബന്ധമായി നിൽക്കുന്ന, അത് ഭാരമാണെങ്കിലും ചിന്താകുലങ്ങളാണെങ്കിലും പിശാച് വെച്ചിരിക്കുന്ന ദുഃഖങ്ങളാണെങ്കിലും മറ്റേ ഏതെങ്കിലും അടിമത്തങ്ങളാണെങ്കിലും, ഞാൻ പറയട്ടെ, ഒരിക്കലും വിശ്വാസത്തിന്റെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കഴിയുകയില്ല. അവർ കിതച്ചു പോകും, വീണുപോകും, അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് അവരുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും ഈ ആത്മീയ ജീവിതത്തിലെ ഓട്ടക്കളത്തിലാണ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. എന്തൊക്കെയാണ് ഭാരമേറിയ വിഷയങ്ങൾ ഞാൻ നേരിടുന്നത്? അത് ഭൗതികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനുഷികമാകട്ടെ, മറ്റെന്തുമാകട്ടെ, നിങ്ങൾ വിചാരപ്പെടുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ സങ്കടത്തിലേക്ക്, നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങൾ, പലവിധമായ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണും. പക്ഷേ എന്താണ് കർത്താവിന്റെ വാഗ്ദത്തം? സകല ഭാരങ്ങളും ക്രിസ്തുവിന് മേൽ ഇടുവാനാണ്. നമ്മുടെ കർത്താവ് ഭാരം വഹിക്കുന്നവനാണ്. നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കണമെന്ന്, നിങ്ങൾ കർത്താവിൽ വിശ്രമിക്കണമെന്ന്, നിങ്ങൾ ക്രിസ്തുവിൽ റെസ്റ്റ് ചെയ്യണമെന്ന്, നിങ്ങളുടെ അധ്വാനവും പരിശ്രമവും, അപ്പോൾ തന്നെ കഠിനമായ നിങ്ങളുടെ പ്രയത്നങ്ങളും അല്ല നിങ്ങളെ വിജയത്തിലേക്ക്, വാഗ്ദത്തത്തിലേക്ക്, നന്മയിലേക്ക് എത്തിക്കുന്നത്. പിന്നെന്താണ് പ്രിയമുള്ളവരെ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള വിശ്വാസമാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, എന്റെ നല്ല നാളേക്ക് വേണ്ടി, എന്റെ ശുഭഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ദൈവം ചെയ്യുന്നത്, ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെന്താണ്? അത് സകലതും നന്മയ്ക്കായി മാറും. നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട്. ക്രിസ്തുവിൽ നാം പ്രതീക്ഷ അർപ്പിക്കുന്തോറും, പ്രത്യാശിക്കുന്തോറും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രയാണത്തിൽ കഠിനതകൾ, വിഷമതകൾ, ഭാരങ്ങൾ, ജീവിതവധകൾ, അസ്വസ്ഥതകൾ നാം മാറി ദൈവം നമ്മെ സ്വസ്ഥതയിലേക്ക്, വിശ്രമത്തിലേക്ക്, ജയത്തിലേക്ക്. പരിഹാരകൻ വലുതാണ്. വിഷയം എന്തുമാകട്ടെ, വിടുവിക്കുന്നവൻ വലിയവനാണ്. രോഗം എന്തുമാകട്ടെ, സൗഖ്യദായകൻ നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് വിഷയങ്ങളുടെ ആഴമല്ല, രോഗങ്ങളുടെ പഴക്കമല്ല, സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ വ്യാപ്തിയല്ല, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതയല്ല വിഷയം. നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ളതാണ് വിഷയം. ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ, സകല ഭാരവും ദൈവസ്ഥലിൽ ഇട്ടുകൊള്ളുവാൻ ഇന്ന് പലക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.